ഹായ്, ഗുഡ് മോർണിംഗ്. സമയം വെളുപ്പിന് 4 മണിയാണ് കേട്ടോ. ഈ സമയത്തൊന്നും ഞാൻ എണീക്കാറില്ല. ഇന്ന് ഏട്ടന് നേരത്തെ പോകണം, 7 മണിക്ക് പോകണം. അപ്പോൾ ഫുഡ് കൊണ്ടുപോകണം. അപ്പോൾ വെളുപ്പിന് ഈ സമയത്തെങ്കിലും എണീക്കണം, എന്നാലെല്ലാം റെഡിയാവുള്ളൂ. അപ്പോൾ കട്ടൻ ചായക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ട് അടുപ്പത്ത്. അത് ആദ്യം വയ്ക്കും. പിന്നെ ചോറ് വിറകടുപ്പിലാണ് വയ്ക്കുന്നത്. അപ്പോൾ അതിന് തീ പിടിപ്പിക്കാനുള്ള തത്രപ്പാടാണ് കാണുന്നത്. എനിക്ക് കുറച്ച് സമയം എടുക്കും തീ പിടിച്ച് വരുമ്പോഴേക്കും. വേവുള്ള അരിയാണ്, അപ്പോൾ അതാണ് ഈ സമയത്ത് എണീക്കുന്നത്. അങ്ങനെ തീയൊക്കെ പിടിച്ച് വന്നു. അപ്പോഴേക്കും ചായക്ക് വെള്ളം തിളച്ചു തുടങ്ങി. കട്ടൻ ചായ ഉണ്ട് വയ്ക്കാറ്. അപ്പോൾ എണീറ്റൊന്ന് എല്ലാവർക്കും കട്ടൻ ചായ വേണം. അങ്ങനെ ഫ്ലാസ്കിൽ ഒഴിച്ച് വയ്ക്കും. അതാകുമ്പോൾ പിന്നെ ചൂടാറില്ലല്ലോ, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ചൂടാക്കേണ്ടി വരും. മഴയും കൂടി ആയതുകൊണ്ട് ചൂടോടെ കുടിക്കണമല്ലോ എല്ലാവർക്കും. ഞാൻ ഗ്രീൻ ടീ കുടിക്കാറുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അതെനിക്ക് കുടിക്കുമ്പോഴേക്കും തലകറക്കവും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ട് അന്നത്തെ ദിവസം തലകറക്കം ഉണ്ടാവും. അതെന്താണെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് കുടിക്കുന്നില്ല. കാരണം കുറച്ച് വയ്യായികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കുടിക്കാനുള്ള ഇപ്പോൾ ഇടയ്ക്ക് വെള്ളം കുടിക്കലും അടുപ്പിച്ച് കുടിക്കുമ്പോൾ എനിക്ക് കുഴപ്പമില്ല. കുറച്ച് ഗ്യാപ്പിന് ശേഷം വെള്ളം കുടിക്കുമ്പോൾ അതെനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെ അതേ ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അത് തിളയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇത്തിരി വേവ് കൂടുതലുള്ള അരി ആയതുകൊണ്ട് അതാണ് ഇത്ര നേരത്തെ എണീക്കുന്നത് കേട്ടോ. വെള്ളം തിളച്ച് വരുമ്പോഴേക്കും അരി കഴുകിയിടണം. അതിൻ്റെ ഇടയ്ക്ക് മോളിടയ്ക്ക് എണീറ്റ് വരുന്നുണ്ട്. അവള് ഇന്നലെ രാത്രി നേരത്തെ ഇറങ്ങിയോണ്ട് വെളുപ്പിന് എണീറ്റതാണ്. അപ്പോൾ ഇടയ്ക്ക് അന്വേഷിച്ച് വരുന്നുണ്ട്. വലിയ വാശിയൊന്നും ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ. അല്ലെങ്കിൽ അപ്പോൾ ഒക്കത്ത് കയറും എടുക്കണം അവളെ. ഞാൻ മോള് പോയി കടന്നു എന്ന് പറഞ്ഞപ്പോൾ വലിയ കുഴപ്പമില്ലാണ്ട് പോയിട്ടുണ്ട്. കരച്ചിൽ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ രക്ഷയില്ല. പിന്നെ വീഡിയോ എടുക്കലൊന്നും നടക്കില്ല. പിന്നെ സാമ്പാർ വയ്ക്കാമെന്ന് വെച്ചു. സാമ്പാറിന് പ്രത്യേകിച്ച് കഷ്ണങ്ങളൊന്നും ഉണ്ടായില്ല. എന്നാലും തട്ടിക്കൂട്ട് സാമ്പാർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ എനിക്ക് തക്കാളിയും സവാള ഉള്ളി എന്നതിലൊക്കെ ഉണ്ടെങ്കിൽ അതുകൊണ്ട് സാമ്പാർ ഉണ്ടാക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനത്തെ സാമ്പാർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വേറെ കൂടുതൽ കഷ്ണങ്ങളൊന്നും എനിക്ക് ഇഷ്ടമില്ല. അങ്ങനെ പരിപ്പ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇത്തിരി വേവുള്ള പരിപ്പാണ്. കുറേ വിസിലെടുത്ത് നന്നായി കിട്ടാൻ വേണ്ടിയിട്ട് പരിപ്പും ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് അടുപ്പത്ത് വെച്ചു. അതൊന്ന് കുക്കായി വരട്ടെ. അതിൻ്റെ ഇടയ്ക്ക് മുകളിൽ ചോറ് കലത്തിൻ്റെ മുകളിൽ ഞാൻ വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കുളിക്കാനൊക്കെ എടുക്കാനും നല്ലോണം ചൂടായിട്ട് കിട്ടിക്കോളും. പിന്നെ ചോറും വേഗം ആവുകയും ചെയ്യും. അങ്ങനെ അതേ വിസിൽ വരുന്നുണ്ട്. കുറേ വിസിൽ വന്നു. 10 വിസിലോളം വന്നിട്ട് അത് വെന്തത്. സാധാരണ ഞാൻ വെള്ളത്തിലിട്ട് വയ്ക്കാറുണ്ട് കേട്ടോ പരിപ്പ്. ഇതേ സാമ്പാറിനുള്ള കഷ്ണങ്ങൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. തക്കാളി, വെണ്ടക്കായ, ഉള്ളി. വെണ്ടക്കായ ഇവിടെ വീട്ടിലായതാണ് കേട്ടോ. അപ്പോൾ അതത്രേ ഉള്ളൂ. ഇതുകൊണ്ട് നമുക്ക് സാമ്പാർ ഉണ്ടാക്കണം. അങ്ങനെ അതിനുള്ള പണിയിലാണ്. എൻ്റെ ഇടയ്ക്ക് മോള് പിന്നെയും എണീറ്റൊക്കെ വന്നിട്ടുണ്ട്. വലിയ കരച്ചിലൊന്നും ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. ഇന്ന് നല്ല മഴയുണ്ട് കേട്ടോ. പുറത്ത് നല്ല മഴയാണ്. ഇപ്പോഴേക്കും ഇഡലിക്ക് വെച്ച മാവാണ്. അത് പൊന്തിയിട്ടുണ്ടായിരുന്നു നല്ലോണം. ഭാഗ്യത്തിന് പുറത്തോട്ട് നല്ലോണം പോയില്ല. അല്ലെങ്കിൽ പിന്നെ അതുമേ നിൽക്കണം പണിക്ക് കുറച്ച് നേരമായിട്ട്. അങ്ങനെ പരിപ്പ് ഏകദേശം വെന്തൊക്കെ വന്നിട്ടുണ്ട്. നല്ലോണം ഉടഞ്ഞൊന്നുമില്ല. എനിക്ക് നല്ലോണം ഉടഞ്ഞ് വേവണം, അതാണ് എനിക്കിഷ്ടം. പരിപ്പ് സാധാരണ സാമ്പാർ ഉണ്ടാക്കുന്ന പോലെ ഞാൻ ഉണ്ടാക്കുന്ന രീതിയാണിത്. പലരും പല രീതിയിലുണ്ടാക്കും. ഞാനിങ്ങനെ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ഒക്കെ പൊട്ടിച്ച് ഉലുവാപ്പൊടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഉലുവ പൊട്ടിക്കാൻ നിന്നില്ല. വെണ്ടക്കായും തക്കാളിയും
ഉള്ളിയൊക്കെ ഇട്ടിട്ട് വഴറ്റിയിട്ട് പിന്നെ പൊടികളെല്ലാം ചേർക്കുക ചെയ്യും. ചിലർ തേങ്ങ വറുത്തരച്ചൊക്കെ വയ്ക്കും. അത് എനിക്ക് ഞാനങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടില്ല. പിന്നെ ഇത് കുക്കിങ്ങൊക്കെ എന്നിട്ടാ പറയുക, കല്യാണം കഴിഞ്ഞതിന് ശേഷം അങ്ങനെ ചെയ്ത് പഠിച്ചതാണല്ലോ. പൊടികളൊക്കെ ഇടേ, ഉലുവപ്പൊടി കായപ്പൊടിയൊക്കെ ഇട്ടിട്ടുണ്ട്. എരിവ് പിന്നെ ഞാൻ അധികം ഇടാറില്ല, മുളക് പൊടി അങ്ങനെ ഉപയോഗിക്കാറില്ല. കുട്ടികൾ കഴിക്കുന്നതല്ലേ, അവർക്ക് രാവിലത്തേക്ക് ചായക്ക് കഴിക്കാനൊക്കെ എടുക്കാനുള്ളതാണല്ലോ. അപ്പോൾ പിന്നെ അധികം എരിവ് ഞാൻ ഇടാറില്ല. പിന്നെ എരിവുണ്ടെങ്കിൽ പിന്നെ അവിടെ നിർത്തും കഴിക്കുക. അപ്പം പിന്നെ എരിവിൻ്റെ പണിയില്ല, കുറവാണ്. മോൾക്കിന്ന് എക്സാം തുടങ്ങാൻ കേട്ടോ. മോൾ LKG പഠിക്കുന്നത്. അപ്പോൾ അവളുടെ ആദ്യത്തെ എക്സാമാണ്, ഓറൽ എക്സാമാണ്. ഇടയ്ക്ക് വന്ന് ഇവിടെ ഒരാളെന്നെ നോക്കിയിട്ട് പോകുന്നുണ്ട് കേട്ടോ. ഞാൻ പറയുന്നുണ്ട് പോയി കിടന്നുറങ്ങിക്കോ, കുറച്ച് കഴിയുമ്പോൾ വിളിക്കാമെന്നൊക്കെ പറഞ്ഞു. അതിപ്പോൾ പറഞ്ഞപ്പോൾ പോയി കിടന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഉറങ്ങിക്കഴിഞ്ഞാൽ നല്ലോണം ഉറങ്ങും. പിന്നെ എണീപ്പിക്കണം. പൂക്കളിടാനുണ്ടല്ലോ, അപ്പോൾ പിള്ളേരെ വിളിക്കാറുണ്ട് പൂക്കളിടാനായിട്ട്. അവർക്കത് ഇപ്പോൾ അറിവ് വെച്ച പ്രായമാണല്ലോ, അപ്പോൾ അവർക്കതൊക്കെ ഇഷ്ടമാവും. പൂ പറിക്കാനൊക്കെ കൂടെ വരും. പൂവെന്ന് പറയാൻ അത്രയ്ക്കൊന്നും ഉണ്ടാവില്ല, മുറ്റത്തുള്ള അത്യാവശ്യം കുറച്ച് പൂക്കളൊക്കെ ആയിട്ട് അങ്ങനെ ഇടും. മുമ്പൊക്കെ എൻ്റെയൊക്കെ ചെറുപ്പത്തിലൊക്കെ എന്തോരം പൂവായിരുന്നു പറമ്പിലൊക്കെ, ഇഷ്ടം പോലെ പൂവുണ്ടായിരുന്നു. ഒന്നും കടയിൽ നിന്ന് വാങ്ങിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ പൂക്കൾക്കൊക്കെ ക്ഷാമമായി. സാമ്പാർ അങ്ങനെ ആവുന്നുണ്ട് കേട്ടോ. കൂട്ടത്തിൽ മുരിങ്ങക്കായ 3-4 കിട്ടിയിട്ടുണ്ടായിരുന്നു, 4 കഷ്ണം ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഇട്ടിട്ടുണ്ട്. മോൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അത്, മുരിങ്ങക്കായ. അപ്പോൾ അത് ഇട്ടു. ഇത്തിരി വാടി തുടങ്ങി മുരിങ്ങക്കായ. വെന്ത പരിപ്പ് അതിലോട്ട് ഒഴിച്ചിട്ടുണ്ട്. അങ്ങനെ സാമ്പാർ ആയി, വലിയ കുഴപ്പമുണ്ടായില്ല കേട്ടോ. ഏട്ടൻ കുളി കഴിഞ്ഞ് വരുമ്പോഴേക്കും അടിച്ചൊക്കെ വാരിയിട്ടു. ഇവിടെ രാവിലെ വിളക്കെത്തിക്കാറുണ്ട്. ചോറായിട്ടുണ്ട്. ചോറ് ഇവിടെ ഇങ്ങനെ കയ്യിലും കൊണ്ട് ഊറ്റാ ചെയ്യാറ്. എൻ്റെ വീട്ടിലൊക്കെ ഇങ്ങനെ കറ ഇങ്ങനെ കമത്തിച്ച് ഇങ്ങനെ വാർക്കും. എനിക്കത് പേടിയാണ് കേട്ടോ. ഇതാകുമ്പോൾ വലിയ കുഴപ്പമില്ല. പുറത്ത് നല്ല മഴയാണ്. എന്താ പറയുക, ഈ മഴ നോക്കിയിട്ട് കാര്യമില്ല കേട്ടോ. ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോഴേക്കും നല്ല വെയിലും വരും. എന്നിട്ടാ പറയുക, ചിങ്ങമാസത്തിൽ ചിന്നി പെയ്യുന്നല്ലേ പറയാ. അപ്പം അങ്ങനെ ഇത് എപ്പോഴേക്കും മക്കളൊക്കെ എണീറ്റിട്ടുണ്ട്. എണീറ്റ് കരച്ചിലൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അവരുടെ പുറകെ നടക്കുന്നതാണ്. അവരെ വേഗം റെഡിയാക്കി. അതിൻ്റെ ഇടയ്ക്ക് ഇത് പൂവൊക്കെ ഇടാനുണ്ട്. മഴ മാറിയപ്പോഴേക്കും ഞാനും പിള്ളേരൊക്കെ കൂടി പോയിട്ട് പൂവൊക്കെ പറിച്ചു. പൂക്കളൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നപ്പോഴേക്കും അപ്പോൾ ഏട്ടന് പോവാറായി. ഏട്ടനുള്ള ഫുഡൊക്കെ എടുത്ത് വെച്ചു. ആൾക്ക് പിന്നെ അങ്ങനെ പ്രത്യേകിച്ച് കറികളൊന്നും വേണമെന്നൊന്നുമില്ല. മീനച്ചാറൊക്കെ ഉണ്ട്, അതൊക്കെ കൂട്ടി കഴിക്കും ആള്. പിന്നെ സാമ്പാറും വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഏട്ടൻ ജോലിക്ക് പോയിട്ടോ. ഇനി വൈകിട്ട് വരുള്ളൂ. ഒരു 6-6:30 ആവും വരുമ്പോഴേക്കും. ഇഡലി ആയോ നോക്കാം. ഇഡലി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ഇഡലിയായിരുന്നു കേട്ടോ. ഇനിയാണ് ഇവിടെ ബഹളം. ഭക്ഷണം കൊടുക്കാൻ വേണ്ടി ഭയങ്കര പാടാണ്, കഴിക്കില്ല. ഇവിടെ വായിൽ വെച്ചൊക്കെ കൊടുക്കണം. ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും പോകാനൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് നേരം വായിച്ചൊക്കെ നോക്കി. അപ്പോഴേക്കും അവരെ വിട്ട് കഴിഞ്ഞിട്ട് വേണം ബാക്കി പണിയൊക്കെ നോക്കാനായിട്ട്. ഇനി പുറത്തോട്ട് പോകേണ്ട ആവശ്യമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ലഞ്ച് ബോക്സും സ്നാക്സ് ബോക്സൊക്കെ ബാഗിലാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് നേരം അവളുടെ കൂടെ വർത്താനൊക്കെ പറഞ്ഞ് നിന്ന് വണ്ടി വന്നപ്പോഴേക്കും പിന്നെ മോളെ പറഞ്ഞു വിട്ട് അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഭക്ഷണം കഴിക്കാനൊക്കെ ഇട്ടിരുന്നത്. ഇഡലിയും സാമ്പാറായിരുന്നു. അവരെ വിട്ട് കഴിഞ്ഞാൽ പിന്നെ സാവധാനം കഴിക്കാമല്ലോ.
ഈ സമയത്ത് തന്നെ ഉണ്ട് കഴിക്കാറ് ഭക്ഷണം. പിന്നെ ഇത്രയും വീഡിയോസൊക്കെ എടുക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചില്ല. രാവിലെയൊക്കെ തിക്കും തിരക്കിലൊന്നും വീഡിയോസ് എടുക്കാനൊക്കെ എങ്ങനെയെന്ന് എനിക്കറിയില്ലായിരുന്നു. എന്നാലും ഇത്രയൊക്കെ എടുക്കാൻ പറ്റി. ഇതാണ് കേട്ടോ എൻ്റെ പൂക്കളം. പൂക്കളൊക്കെ കുറവാണ്, കുറച്ചെല്ലാം വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത്. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ എന്നെ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റ.